ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫബിൾ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 3യുടെ പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ് സെല്ലിനെ കുറിച്ചും പ്ലാന്റ് സെല്ലിൽ വരുന്ന സെൽ ഓർഗനൽസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്ലാന്റ് ടിഷ്യൂസ് ആണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. A cross-section of a plant stem when observed under a microscope is shown in illustration 9.7. അതായത് ഒരു പ്ലാന്റ് സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഒരു പിക്ചർ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഒരു പിക്ചർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ അനലൈസ് ചെയ്ത് അവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സെൽസ് വിത്ത് തിൻ സെൽ വാൾസ്. നമുക്ക് ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്റ്റെമ്മ് മെയ്ഡ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള സെൽസ് കൊണ്ടാണ് അല്ലേ. തിന്നായിട്ടുള്ള സെൽ വോളുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസ് കാണുന്നുണ്ട്. ദെൻ സെൽസ് വിത്ത് ഓൺലി ദ കോർണേഴ്സ് തിക്ക്. കോർണേഴ്സ് മാത്രം തിക്കായിട്ടുള്ള സെൽസിൻ്റെ കൂട്ടം കാണാൻ പറ്റുന്നുണ്ട്. ദെൻ സെൽസ് വിത്ത് എ തിക്ക് സെൽ വാൾ ത്രൂ ഔട്ട്. സെല്ലിൻ്റെ എല്ലാ ഭാഗത്തും തിക്കായിട്ടുള്ള സെൽ വാൾ കാണുന്ന ടൈപ്പ് സെൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് തരത്തിലുള്ള സെല്ലുകൾ പ്ലാന്റ്സിലുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് പ്ലാന്റിലുണ്ട്. ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ നോൺ ആസ് ടിഷ്യൂസ്. ഒരേ തരത്തിലുള്ള സെല്ലുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുക? ടിഷ്യൂസ് എന്ന് വിളിക്കുക. ഒരേപോലെയുള്ള സിമിലർ ടൈപ്പ് സെല്ലുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുക? ടിഷ്യൂസ്. ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ നോൺ ആസ് ടിഷ്യൂസ്. ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദ വേരിയസ് ടിഷ്യൂസ് we have analyzed illustration 9.7 and the description. അതായത് ടിഷ്യൂസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. പ്ലാന്റ് ടിഷ്യൂസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ ടിഷ്യൂസ് ഉണ്ട്, കോംപ്ലെക്സ് ടിഷ്യൂസ് ഉണ്ട്. സിമ്പിൾ ടിഷ്യൂസ് എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള ടൈപ്പ് സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ടിഷ്യൂവിനെയാണ് നമ്മൾ സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയാം. കോംപ്ലെക്സ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ടിഷ്യൂസിനെ നമ്മൾ കോംപ്ലെക്സ് ടിഷ്യൂസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് രണ്ട് തരത്തിലുണ്ട്. സിമ്പിൾ ടിഷ്യൂസും ഉണ്ട്, കോംപ്ലെക്സ് ടിഷ്യൂസും ഉണ്ട്. സിമ്പിൾ ടിഷ്യൂസ് എന്ന് വെച്ചാൽ അതിലുള്ള സെൽസ് എല്ലാം ഒരേപോലെ ആയിരിക്കും. സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയ ടിഷ്യൂസ് ആണ് സിമ്പിൾ ടിഷ്യൂസ്. ഇനി സെൽസ് എല്ലാം ഡിഫറെൻറ്റ് ഷേപ്പും ഡിഫറെൻറ്റ് സൈസും ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലെക്സ് ടിഷ്യൂസ്. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് രണ്ട് തരത്തിലുണ്ട്. സിമ്പിൾ ടിഷ്യൂസും ഉണ്ട്, കോംപ്ലെക്സ് ടിഷ്യൂസും ഉണ്ട്. സിമ്പിൾ ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സിമ്പിൾ ടിഷ്യൂസിൽ വരുന്നത് 3 എണ്ണമാണ്. 3 ടിഷ്യൂസാണ് പ്ലാന്റിൽ വരുന്ന സിമ്പിൾ ടിഷ്യൂസ്. ഫസ്റ്റ് വൺ പാരൻകൈമ, ദെൻ കോളൻകൈമ, പിന്നെ വരുന്നതാണ് സ്ക്ലീറൻകൈമ. അപ്പോൾ 3 സിമ്പിൾ പ്ലാന്റ് ടിഷ്യൂസാണ് പ്ലാന്റിലുള്ളത്. പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. ആദ്യം നമുക്ക് പാരൻകൈമയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാരൻകൈമയിൽ വരുന്നത് കണ്ടെയ്ൻ ലിവിങ് സെൽസ്. ലിവിങ് സെൽസ് ആണ് പാരൻകൈമ സെൽസ് എന്ന് പറയുന്നത്. പാരൻകൈമ സെൽസ് എന്ന് പറയുന്നത് ലിവിങ് സെൽസ് ആണ്. ദെൻ തിന്നായിട്ടുള്ള സെൽ വാൾ ആയിരിക്കും. ആ സെല്ലുകളുടെ സെൽ വാൾ എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. ഇൻ്റർസെല്ലുലാർ സ്പേസസ് ആർ പ്രസൻറ്റ്. ഓരോ സെല്ലുകൾക്കും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ സ്പേസിനെയാണ് നമ്മൾ ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. ഓരോ സെല്ലിനും ഇടയിലായിട്ട് സ്പേസ് കാണും. ആ സ്പേസിനെയാണ് ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. പാരൻകൈമ ടിഷ്യൂസിൽ ഇൻ്റർസെല്ലുലാർ സ്പേസ് പ്രസൻ്റ് ആണ്. പെർഫോം ഫങ്ഷൻസ് സച്ച് ആസ് ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. ഈ പാരൻകൈമ ടിഷ്യൂസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസും അതുപോലെ തന്നെ ഫുഡ് സ്റ്റോറേജുമാണ്. ദെൻ സെൽസ് ഇൻ സം പാർട്സ് ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ്. ചില പാർട്സിൽ കാണുന്ന ഈ പാരൻകൈമ സെൽസിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പാരൻകൈമയുടെ ഫീച്ചേഴ്സ്? ലിവിങ് സെൽസ് ആണ്, തിന്നായിട്ടുള്ള സെൽ വാളാണ്, സെല്ലുകളുടെ ഇടയിൽ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഉണ്ട്. ഇൻ്റർസെല്ലുലാർ സ്പേസ് ആർ പ്രസൻറ്റ്. പെർഫോം ഫങ്ഷൻ സച്ച് ആസ് ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. ഫോട്ടോസിന്തസിസും ഫുഡ് സ്റ്റോറേജും ആണ് ഫങ്ഷൻ. സെൽസ് ഇൻ സം പാർട്സ് ഹാവ് എബിലിറ്റി ടു ഡിവൈഡ്. ചില പാർട്സിലുള്ള ടിഷ്യൂസിന് സെൽസിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് പാരൻകൈമ ടിഷ്യൂസിൻ്റെ ഫീച്ചേഴ്സ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോളൻകൈമയാണ്. എ ടിഷ്യൂ മെയ്ഡപ്പ് ഓഫ് ലിവിങ് സെൽസ്. ഇതും എന്ത് തന്നെയാണ്? ലിവിങ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയ പാരൻകൈമ സെൽസ് പോലെ തന്നെ
ലിവിങ് സെൽസ് ആണ് കോളൻകൈമ സെൽസും. എ സെൽ വാൾ മെയ്ഡ് ഓഫ് സബ്സ്റ്റൻസസ് സച്ച് ആസ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഇവിടെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസും അതുപോലെ തന്നെ പെക്റ്റിനും ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ പ്ലാന്റ് സെല്ല് പഠിച്ചപ്പോൾ ഫസ്റ്റ് പറഞ്ഞു പ്ലാന്റിൻ്റെ സെൽ വാൾ മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. കോളൻകൈമയുടെ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും അതിൻ്റെ കൂടെ തന്നെ വേറൊരു സബ്സ്റ്റൻസും പറയുന്നുണ്ട്. എന്താണത്? പെക്റ്റിൻ. സെൽ വാൾ ഈസ് മെയ്ഡപ്പ് ഓഫ് സബ്സ്റ്റൻസസ് സച്ച് ആസ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. കോളൻകൈമ സെൽസിൻ്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും ഉപയോഗിച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഉള്ളത് ദ സെൽ വാൾ ഈസ് തിക്കർ ഓൺലി ഇൻ സം പാർട്ട്. ചില ഭാഗങ്ങളിൽ മാത്രം എന്താണ് സെൽ വാൾ ഭയങ്കര കട്ടിയുള്ളതാണ്. കോളൻകൈമ സെൽസിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം സെൽ വാള് ഭയങ്കര തിക്കറാണ്. ദ സെൽ വാൾ ഈസ് തിക്കർ ഓൺലി ഇൻ സം പാർട്സ്. ചില ഭാഗങ്ങളിൽ സെൽ വാൾ ഭയങ്കര തിക്കറാണ്. അത് കോളൻകൈമയുടെ ഒരു ഫീച്ചറാണ്. ദെൻ നെക്സ്റ്റ് വൺ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് പ്ലാന്റ് പാർട്സ്. പ്ലാന്റിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്ലാന്റ് പാർട്സിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂ ആണ് കോളൻകൈമ ടിഷ്യൂ. അപ്പോൾ കോളൻകൈമ ടിഷ്യൂവിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? മെയ്ഡപ്പ് ഓഫ് ലിവിങ് സെൽസ് ആണ്. കോളൻകൈമ ടിഷ്യൂ ലിവിങ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെൽ വാൾ ഈസ് മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും ഉപയോഗിച്ചിട്ടാണ്. സെൽ വാൾ ഈസ് തിക്കർ ഓൺലി ഇൻ സം പാർട്സ്. ചില ഭാഗങ്ങളിൽ മാത്രം സെൽ വാളിന് ഭയങ്കര കട്ടി കൂടുതലാണ്. ദെൻ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് പ്ലാന്റ് പാർട്ട്. പ്ലാന്റ് പാർട്ടിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് കോളൻകൈമയാണ്. ദെൻ അടുത്ത പ്ലാന്റ് ടിഷ്യൂ ആണ് സ്ക്ലീറൻകൈമ. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ടിഷ്യൂസും ലിവിങ് സെൽസ് ആയിരുന്നു. പാരൻകൈമയും അതുപോലെ തന്നെ കോളൻകൈമയും നിർമ്മിച്ചിരിക്കുന്നത് ലിവിങ് സെൽസ് കൊണ്ടാണ്. പക്ഷേ സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത് എ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് ഡെഡ് സെൽസ്. ഡെഡ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയ ടിഷ്യൂ ആണ് സ്ക്ലീറൻകൈമ ടിഷ്യൂ. ഇതിൻ്റെ സെൽ വാൾ എന്ന് പറയുന്നത് തിക്കായിരിക്കും. പാരൻകൈമേനെയും കോളൻകൈമേനെയും കമ്പയർ ചെയ്യുമ്പോൾ സ്ക്ലീറൻകൈമയുടെ സെൽ വാൾ കുറച്ചും കൂടെ തിക്കറാണ്. തിക്കായിട്ടുള്ള സെൽ വാളാണ് സ്ക്ലീറൻകൈമ ടിഷ്യൂസിനുള്ളത്. ദെൻ സെൽ വാൾ ഈസ് ഓഫ് യൂണിഫോം തിക്നെസ് ത്രൂ ഔട്ട്, പ്രൊവൈഡിങ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. ഇവിടെ എല്ലാ ഭാഗത്തും ഒരേപോലെ തിക്നെസ് ഉണ്ട്. നമ്മൾ കോളൻകൈമ പറഞ്ഞപ്പോൾ പറഞ്ഞു കോളൻകൈമയിൽ ചില ഭാഗങ്ങളിൽ മാത്രം തിക്നെസ് ആണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ സ്ക്ലീറൻകൈമയിൽ അങ്ങനെയല്ല. സ്ക്ലീറൻകൈമ ടിഷ്യൂസിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ തിക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊവൈഡിങ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. പ്ലാന്റിന് സ്ട്രെങ്ത്തും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്ക്ലീറൻകൈമയുടെ ഫങ്ഷൻ. അപ്പം നമ്മൾ 3 പ്ലാന്റ് ടിഷ്യൂസ് ആണ് പറഞ്ഞത്. പാരൻകൈമ, കോളൻകൈമ, ദെൻ സ്ക്ലീറൻകൈമ. പാരൻകൈമയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസും അതുപോലെ തന്നെ ഫുഡ് സ്റ്റോറേജും ആയിരുന്നു. കോളൻകൈമയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പാർട്സിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഷേപ്പ് ഓഫ് പ്ലാന്റ് പാർട്സ്. പ്ലാന്റ് പാർട്സിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആളായിരുന്നു കോളൻകൈമ. ദെൻ സ്ക്ലീറൻകൈമയുടെ ഫങ്ഷൻ എന്തായിരുന്നു? പ്രൊവൈഡിങ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റിന് വേണ്ട സ്ട്രെങ്ത്തും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് സ്ക്ലീറൻകൈമ. ഓക്കെ, അപ്പം നമ്മൾ 3 പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോംപ്ലക്സ് ടിഷ്യൂസിനെ കുറിച്ചാണ്. സൈലോം, ഫ്ലോയോ ആണ് പ്ലാന്റിൽ വരുന്ന കോംപ്ലക്സ് ടിഷ്യൂസ്. പ്ലാന്റ് സെല്ലിൽ വരുന്ന കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് സൈലോം, ഫ്ലോയം. Xylem and phloem are composed of cells with different shape and size. So they are called complex tissues. Xylem, phloem നിർമ്മിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് സൈസും ഡിഫറെൻറ്റ് ഷേപ്പും ഒക്കെ ഉള്ള സെൽസ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വിളിക്കും. So they are called complex tissues. Conduction of water and salt to the leaves takes place through xylem. സൈലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? വാട്ടറിനെയും അതുപോലെ തന്നെ സോൾട്ട്, പ്ലാന്റിന് ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള വാട്ടർ, സോൾട്ട് അതെല്ലാം ലീഫിലേക്ക് എത്തിക്കുന്ന ആളാണ് സൈലം. കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ടു ദ ലീവ്സ് ടേക്സ് പ്ലേസ് ത്രൂ സൈലം. അപ്പോൾ സൈലത്തിലൂടെയാണ് ഒരു പ്ലാന്റിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാട്ടറും മിനറൽസും ഒക്കെ ലീവ്സിലേക്ക് എത്തുന്നത് സൈലത്തിലൂടെയാണ്.
Phloem carries food synthesized by the leaves to different parts of the plant body. Phloem എന്താ ചെയ്യുന്നത്? ലീവ്സിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് പ്ലാന്റിൻ്റെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്ന ആളാണ് ഫ്ലോയം. Phloem carries food synthesized by the leaves to different parts of the plant body. ലീവ്സിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് പ്ലാന്റ് ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്ന ആളാണ് ഫ്ലോയം. ഓക്കെ, അപ്പോൾ സൈലവും ഫ്ലോയും ആണ് പ്ലാന്റിൽ വരുന്ന കോംപ്ലക്സ് ടിഷ്യൂസ്. കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറെൻറ്റ് ഷേപ്പും ഡിഫറെൻറ്റ് സൈസും ഉള്ള സെൽസ് കൊണ്ട് മേഡപ്പ് ചെയ്തിരിക്കുന്ന ടിഷ്യൂസിനെ നമ്മൾ എന്ത് വിളിക്കാം? കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വിളിക്കാം. സൈലവും ഫ്ലോയും ആണ് കോംപ്ലക്സ് ടിഷ്യൂസ്. സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ടു ദ ലീവ്സ്. ഓക്കെ, സൈലമാണ് വാട്ടറും സോൾട്ടും ഒക്കെ ലീവ്സിലേക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫ്ലോയം ക്യാരീസ് ഫുഡ് സിന്തസൈസ്ഡ് ബൈ ദ ലീവ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി. ലീവ്സിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് എല്ലാ പാർട്സിലേക്കും, പ്ലാന്റിൻ്റെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്ന ആളാണ് ഫ്ലോയം. ഇനി നെക്സ്റ്റ് അവിടെ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പ്ലാന്റ് ടിഷ്യൂസും ക്യാരക്ടറിസ്റ്റിക്സും ഫംഗ്ഷനുമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ പാരൻകൈമിയാണ്. പാരൻകൈമയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ലിവിങ് ടിഷ്യൂ ആണ് അല്ലേ? പാരൻകൈമ ഒരു ലിവിങ് ടിഷ്യൂ ആണ്. ലിവിങ് ടിഷ്യൂ. ദെൻ എന്താ വേറെ ഫീച്ചർ? തിൻ സെൽ വാൾ ആണ്. ലിവിങ് ടിഷ്യൂ, തിൻ സെൽ വാൾ, ഇന്റർസെല്ലുലാർ സ്പേസസ് ആർ പ്രസൻറ്റ്. അതാണ് പാരൻകൈമയുടെ ഫീച്ചേഴ്സ്. എന്താണ് പാരൻകൈമയുടെ ഫംഗ്ഷൻ? ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. അപ്പോൾ പാരൻകൈമയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ലിവിങ് സെൽസ്, ലിവിങ് ടിഷ്യൂ ആണ്, തിൻ സെൽ വാൾ ആണ്, ദെൻ ഇന്റർസെല്ലുലാർ സ്പേസ് ആർ പ്രസൻറ്റ്. ഫംഗ്ഷനോ ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ടിഷ്യൂ ആണ് കോളൻകൈമ. കോളൻകൈമയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ലിവിങ് ടിഷ്യൂ, സെർട്ടൻ പാർട്സ് ഓഫ് ദ സെൽ വാൾ ഹാസ് തിക്കനിങ്. സെൽ വാളിൻ്റെ ചില ഭാഗങ്ങളിൽ തിക്നെസ് കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് പ്ലാന്റ് പാർട്ട്. പ്ലാന്റ് പാർട്ടിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂ ആണ് കോളൻകൈമ. ദെൻ നെക്സ്റ്റ് വൺ സ്ക്ലീറൻകൈമയാണ്. സ്ക്ലീറൻകൈമ എന്താണ്? എ ഡെഡ് ടിഷ്യൂ ആണ്. ഡെഡ് ടിഷ്യൂ ആണ്. ദെൻ എന്താണ്? തിക്കായിട്ടുള്ള സെൽ വാൾ, തിക്ക് സെൽ, ഡെഡ് ടിഷ്യൂ ആണ്, തിക്ക് സെൽ വാൾ ആണ്. സെൽ വാൾ ഈസ് ഓഫ് യൂണിഫോം തിക്നെസ് ത്രൂ ഔട്ട്. എല്ലാ ഭാഗത്തും, സെൽ വാളിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തിക്നെസ് ഉള്ള ടിഷ്യൂ ആണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു സ്ക്ലീറൻകൈമയുടെ ക്യാരക്ടേഴ്സ്? ഡെഡ് ടിഷ്യൂ ആണ്, തിക്ക് സെൽ വാൾ ആണ്. സെൽ വാൾ ഈസ് യൂണിഫോം തിക്നെസ് ത്രൂ ഔട്ട്. ദെൻ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? സ്ക്ലീറൻകൈമയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്. പ്ലാന്റിന് സ്ട്രെങ്ത്തും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് സ്ക്ലീറൻകൈമ. ദെൻ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ടിഷ്യൂ ആണ് സൈലം. സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സൈലത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? സൈലത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് തിക്ക് വാൾഡ് ആയിട്ടുള്ള സെൽസ് ആണ്. നമുക്ക് ആ പിക്ചേഴ്സ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും പിക്ചർ അവിടെ ഫിഗർ 9.23 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൈലത്തിൻ്റെ സെൽസ് എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള വാളുള്ള സെൽസ് ആണ്. തിക്ക് സെൽ വാൾസ് ആണ്. മോസ്റ്റ്ലി ഡെഡ് സെൽസ് ആണ്. അധികവും ഡെഡ് സെൽസ് ആണ് സൈലത്തിൽ കാണുന്നത്. ദെൻ ട്യൂബുലാർ സെൽസ് ആണ്. സൈലം മേഡപ്പ് ചെയ്തിരിക്കുന്നത് നീണ്ട കുഴലുകൾ പോലെയുള്ള സെൽസ് കൊണ്ടാണ്. ട്യൂബുലാർ സെൽസ് ആണ് സൈലത്തിലുള്ളത്. ദെൻ സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ടു ദ ലീവ്സ്. ലീവ്സിലേക്ക് വാട്ടറും സോൾട്ടും, റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും സോൾട്ടും ഒക്കെ ലീവ്സിലേക്ക് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സൈലത്തിൻ്റെ ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്ലോയം ആണ്. ഫ്ലോയം എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള ട്യൂബുലാർ സെൽസ് ആണ്. സൈലം ഡെഡ് സെൽസ് ആയിരുന്നു കൂടുതലും കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഫ്ലോയം എന്ന് പറയുന്നത് ലിവിങ് സെൽസ് ആണ്. ട്യൂബുലാർ ആയിട്ടുള്ള ലിവിങ് സെൽസ് ആണ്. സൈലം പോലെ തന്നെ ഫ്ലോയും നീണ്ട കുഴൽ രൂപത്തിലുള്ള സെല്ലുകൾ കൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാരീസ് ഫുഡ് സിന്തസൈസ്ഡ് ബൈ ലീവ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ് ബോഡി. ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ 5 പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ് പഠിച്ചത്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം ആൻഡ് ഫ്ലോയം. ഇതിൽ ആദ്യത്തെ 3 പാരൻകൈമയും കോളൻകൈമയും സ്ക്ലീറൻകൈമയും സിമ്പിൾ ടിഷ്യൂസ് ആയിരുന്നു. സിമ്പിൾ ടിഷ്യൂസ് എന്ന് വെച്ചാൽ സിമിലർ ടൈപ്പ് ഓഫ് സെല്ലുകൾ കൊണ്ട്
നിർമ്മിച്ചതിനെ നമ്മൾ എന്ത് വിളിക്കും? സിമ്പിൾ ടിഷ്യൂസ് എന്ന് വിളിക്കും. സൈലോം ഫ്ലോയും കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. കാരണം സൈലോം ഫ്ലോയും മേഡപ്പ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ഷേപ്പും ഡിഫറെൻറ്റ് സൈസുമുള്ള സെൽസുകൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്ലാന്റ് ടിഷ്യൂസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ capable of continuous division. Meristematic cells cause growth of plants. Meristematic tissues എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ടൈപ്പ് സെൽസുകളാണ് എന്തിൽ വരുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ വരുന്നത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസ് കൊണ്ടാണ്. ഈ മെരിസ്റ്റമാറ്റിക് സെൽസിന് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെ സെൽസ് ഡിവൈഡ് ചെയ്ത് പുതിയതുണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പ്ലാന്റ്സിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്ലാന്റുകളുടെ ഗ്രോത്തിന് കാരണമാവുന്ന ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് സെൽ കോസസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ് ഗ്രോത്തിനെ സഹായിക്കുന്നത് അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. ഒബ്സർവ് ദ ഫിഗർ 9.21 ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ്. അവിടെ ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ അബൻഡൻ്റ് ആയിട്ട് സൈറ്റോപ്ലാസം ഉണ്ടാവും. ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലിൽ സൈറ്റോപ്ലാസം ധാരാളമായിട്ട് കാണുന്നുണ്ട്. നോർമൽ സെല്ലിൽ കാണുന്നതിനേക്കാട്ടിലും കൂടുതൽ സൈറ്റോപ്ലാസം എവിടെ കാണുന്നുണ്ട്? മെരിസ്റ്റമാറ്റിക് സെൽസിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കും, തിന്നായിട്ടുള്ള സെൽ വോളാണ്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെല്ലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അബൻഡൻ്റ് സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്, ലാർജ് ന്യൂക്ലിയസ് ആണ്, തിൻ സെൽ വോൾ ആയിരിക്കും മെരിസ്റ്റമാറ്റിക് സെൽസിനുള്ളത്. ഈ മെരിസ്റ്റമാറ്റിക് സെൽസിന് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സെൽസാണ് മെരിസ്റ്റമാറ്റിക് സെല്ല്. അതുകൊണ്ട് തന്നെ ഈ സെല്ലാണ് പ്ലാന്റ് ഗ്രോത്തിന് സഹായിക്കുന്നത്. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ 2-3 തരത്തിലുണ്ട്. ഫസ്റ്റ് വണ്ണാണ് എപ്പിക്കൽ മെരിസ്റ്റം. റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ടിപ്പിലായിട്ട് കാണുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് എപ്പിക്കൽ മെരിസ്റ്റം. ദെൻ സ്റ്റെമ്മിൻ്റെ വശങ്ങളിലായിട്ട് കാണുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും വശങ്ങളിലായിട്ട് കാണുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. അതുപോലെ തന്നെ വേറൊരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്, അതാണ് ഇൻ്റർകാലറി മെരിസ്റ്റം. ഫസ്റ്റ് നമുക്ക് എന്താണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് നോക്കാം. റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ടിപ്പിലായിട്ട് കാണുന്ന മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ടിപ്പ് ഓഫ് ദ സ്റ്റെം അതുപോലെ തന്നെ ടിപ്പ് ഓഫ് ദ റൂട്ടിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ടിപ്പിലായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു മെരിസ്റ്റാണ് എപ്പിക്കൽ മെരിസ്റ്റം. അതായത് റൂട്ടിൻ്റെ അറ്റവും അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ അറ്റവും ഗ്രോ ചെയ്യാൻ കാരണം അവിടെ എന്തുള്ളത് കൊണ്ടാണ്? എപ്പിക്കൽ മെരിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അവിടെയുള്ള എപ്പിക്കൽ മെരിസ്റ്റത്തിലുള്ള സെൽസ് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് റൂട്ടും സ്റ്റെമ്മും ഗ്രോ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലാറ്ററൽ മെരിസ്റ്റമാണ്. ലാറ്ററൽ മെരിസ്റ്റം എന്ന് വെച്ചാൽ വശങ്ങളിലേക്ക്, നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ സൈഡുകളിലേക്ക് ബ്രാഞ്ചുകൾ വരും, ആ ബ്രാഞ്ചിന് ഇതുപോലെ ഗ്രോത്ത് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ കാണുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ ഗ്രോത്തിന് സഹായിക്കുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ദോസ് സീൻ അറ്റ് ദ ലാറ്ററൽ സൈഡ്സ് ആർ കോൾഡ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ സൈഡുകളിൽ കാണുന്ന മെരിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ മെരിസ്റ്റം. റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ടിപ്പിൽ കാണുന്ന മെരിസ്റ്റം എപ്പിക്കൽ മെരിസ്റ്റം. ദെൻ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ലാറ്ററൽ സൈഡ്സിൽ വശങ്ങളിലായിട്ട് കാണുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ഇനി മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ കേസ് പറയണം. ഒറ്റത്തടി വൃക്ഷങ്ങളില്ലേ, ബാംബു, തെങ്ങ്, അങ്ങനെയുള്ള ഒറ്റത്തടി വൃക്ഷങ്ങളുടെയൊക്കെ കേസിൽ വരുമ്പോൾ അവിടെ 2 നോഡ്സിൻ്റെ ഇടയിലായിട്ട് കാണുന്ന ആ മെരിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇൻ്റർകാലറി മെരിസ്റ്റം. അവിടെ ഇല്ലസ്ട്രേഷൻ 9.8 ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ബാംബുവിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ 2 നോഡ്സിൻ്റെയും ഇടയിലായിട്ട് കാണുന്ന മെരിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇൻ്റർകാലറി മെരിസ്റ്റം. ഇൻ മോണോകോട്ട് പ്ലാന്റ്സ് ദ മെരിസ്റ്റം സീൻ ഇൻ ബിറ്റ്വീൻ 2 നോഡ്സ് ഈസ് കോൾഡ് ഇൻ്റർകാലറി മെരിസ്റ്റം. മോണോകോട്ട് പ്ലാന്റ്സിൽ 2 നോഡ്സിൻ്റെയും ഇടയിലായിട്ട് കാണുന്ന മെരിസ്റ്റം ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർകാലറി മെരിസ്റ്റം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞപ്പോൾ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെൽസാണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. ആ മെരിസ്റ്റമാറ്റിക് സെൽസ് കൊണ്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ടിഷ്യൂസാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് 3 തരത്തിലുണ്ട്: എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം. റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ടിപ്പിൽ കാണുന്ന മെരിസ്റ്റമാണ്
എപ്പിക്കൽ മെരിസ്റ്റം. ദെൻ ടെൻഡിയും സ്റ്റെമ്മിൻ്റെയും സൈഡ്സിലായിട്ട് ലാറ്ററൽ സൈഡ്സിലായിട്ട് കാണുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. അതുപോലെ തന്നെ മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ 2 നോഡ്സിനിടയിലായിട്ട് കാണുന്ന മെരിസ്റ്റമാണ് ഇൻ്റർകാലറി മെരിസ്റ്റം. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ സ്റ്റെം ഓഫ് പ്ലാന്റ്സ് ലൈക്ക് എ ബാംബൂ ഡസ് നോട്ട് ഹാവ് ലാറ്ററൽ ഗ്രോത്ത്. വൈ? ഫൈൻഡ് ഔട്ട് ദ റീസൺ. അതായത് ഈ ബാംബു പോലെയുള്ള മോണോകോട്ട് പ്ലാന്റ്സിലൊന്നും എന്തുകൊണ്ടാണ് ലാറ്ററൽ ഗ്രോത്ത് ഇല്ലാത്ത, വശങ്ങളിലേക്ക് എന്താണ് ബ്രാഞ്ചസ് ഒന്നും ഉണ്ടായി ഗ്രോത്ത് നടക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? മോണോകോട്ട് പ്ലാന്റ്സിൽ എന്തില്ല? മോണോകോട്ട് പ്ലാന്റ്സിൽ ലാറ്ററൽ മെരിസ്റ്റം ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല? ലാറ്ററൽ ഗ്രോത്ത് ഉണ്ടാവില്ല. മോണോകോട്ട് പ്ലാന്റ്സിൽ ഇൻ്റർകാലറി മെരിസ്റ്റം മാത്രമേ ഉള്ളൂ. നോഡ്സിനിടയിലായിട്ട് കാണുന്ന മെരിസ്റ്റമാണ് ഇൻ്റർകാലറി മെരിസ്റ്റം. അതുകൊണ്ടാണ് മോണോകോട്ട് പ്ലാന്റ്സിൽ എന്തില്ലാത്ത, ലാറ്ററൽ ഗ്രോത്ത് ഇല്ലാത്തത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്ലാന്റ് ടിഷ്യൂസ് നമ്മൾ 2ആയിട്ട് പറഞ്ഞു അല്ലേ? പെർമനൻറ്റ് സിമ്പിൾ ടിഷ്യൂസും ഉണ്ട്, കോംപ്ലക്സ് ടിഷ്യൂസും ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ? ഇനി ഈ സിമ്പിൾ ടിഷ്യൂസിനും കോംപ്ലക്സ് ടിഷ്യൂസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം, അതിനൊന്നും എന്തിനുള്ള കപ്പാസിറ്റി ഇല്ല? ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് പെർമനൻറ്റ് ടിഷ്യൂസ്. സെൽ ക്ലസ്റ്റേഴ്സ് ഓർ ടിഷ്യൂസ് ദാറ്റ് ഹാവ് ലോസ്റ്റ് their ability to divide are known as permanent tissues. ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്ത ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് പെർമനൻറ്റ് ടിഷ്യൂസ്. അപ്പം നമ്മുടെ സിമ്പിൾ ടിഷ്യൂസ് ആയിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, അതുപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം, ഫ്ലോയം, ഇതിനൊന്നും എന്തില്ല? ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്ത് ടിഷ്യൂസാണ്? പെർമനൻറ്റ് ടിഷ്യൂസാണ്. ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി ഇല്ലാത്ത ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് വിളിക്കുക. സെൽ ക്ലസ്റ്റേഴ്സ് ഓഫ് ടിഷ്യൂസ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദെയർ എബിലിറ്റി ടു ഡിവൈഡ് ആർ നോൺ ആസ് പെർമനൻറ്റ് ടിഷ്യൂസ്. സെൽ ക്ലസ്റ്റേഴ്സോ അല്ലെങ്കിൽ ടിഷ്യൂസിനോ ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് വിളിക്കും. അപ്പോൾ സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും വരുന്നത് പെർമനൻറ്റ് ടിഷ്യൂസിലാണ്. അപ്പോൾ ഏതാണ് ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് ടിഷ്യൂ? നമ്മളിപ്പോൾ പറഞ്ഞുല്ലേ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ച്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനാണ് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിവൈഡ് ചെയ്ത് ഗ്രോത്ത് നടത്താൻ പറ്റുള്ളൂ. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന് മാത്രമേ ഗ്രോത്ത് ഉള്ളൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ ഏതൊക്കെയാണ് വരുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം വരുന്നുണ്ട്, ലാറ്ററൽ മെരിസ്റ്റം വരുന്നുണ്ട്, ഇൻ്റർകാലറി മെരിസ്റ്റം. അപ്പോൾ അവിടെ ഇല്ലസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ടിഷ്യൂസ് നമുക്ക് എത്രയായി തിരിക്കാം? പ്ലാന്റ് ടിഷ്യൂസിനെ 2ആയി തിരിക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നും പെർമനൻറ്റ് ടിഷ്യൂസ് എന്നും. ഏതൊക്കെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ വരുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം വരുന്നുണ്ട്, ലാറ്ററൽ മെരിസ്റ്റം വരുന്നുണ്ട്, ഇൻ്റർകാലറി മെരിസ്റ്റം വരുന്നുണ്ട്. ദെൻ പെർമനൻറ്റ് ടിഷ്യൂസോ? പെർമനൻറ്റ് ടിഷ്യൂസ് 2ആയി തിരിക്കാം. സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും. സിമ്പിൾ ടിഷ്യൂസിൽ ഏതൊക്കെയാണ്? സിമ്പിൾ ടിഷ്യൂസിൽ വരുന്ന ടിഷ്യൂസാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ദെൻ കോംപ്ലക്സ് ടിഷ്യൂസിൽ വരുന്നത് സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്ലാന്റ് ടിഷ്യൂസ്? പ്ലാന്റ് ടിഷ്യൂസിൽ നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂസും പഠിച്ചു, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പഠിച്ചു. പെർമനൻറ്റ് ടിഷ്യൂസിൽ സിമ്പിൾ ടിഷ്യൂസും ഉണ്ട്, കോംപ്ലക്സ് ടിഷ്യൂസും ഉണ്ട്. സിമ്പിൾ ടിഷ്യൂസിൽ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ദെൻ കോംപ്ലക്സ് ടിഷ്യൂ ആയിട്ടുള്ള സൈലം, ഫ്ലോയം, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.